ഇവിടുത്തെ കുട്ടികളെ വിറ്റിട്ട് കാശ് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് മോനെ തല, അതാണ് ബിസിനസ് എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണൂർ പയ്യാമലം ബീച്ചിന്റെ ഇതേപോലെ നേരെ ഓപ്പോസിറ്റ് പോയ ഒരു ടർഫ് ഉണ്ട്, ബീച്ചിലേക്ക് കയറി വരുന്നത്. ആ ടർഫ് പൂട്ടിക്കെട്ടിയിട്ട് ഇപ്പം അവിടെ നിന്ന് അത് വേറെ ഏറ്റെടുത്തണം എന്താണെന്ന് അറിയില്ല. പക്ഷെ അവന് നല്ല തലയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് മാറ്റിയിട്ട് ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് ആക്കി വെച്ച്. നമ്മൾ ബീച്ചിലേക്ക് വരുന്ന പേരൻസ് കുട്ടികളായിട്ട് വരുന്ന സമയത്ത് കടലിലേക്ക് വിടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്, അവരെയും നോക്കിയിരിക്കേണ്ട വരും. ആകെ കുറച്ച് സമയം മനസ്സമാനം കിട്ടട്ടെ എന്ന് വെച്ചിട്ടൊക്കെ ഈ പേരൻസ് കുട്ടികളെല്ലാം കൂടിയിട്ട് ഒന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവർ കുട്ടികളെ വൈകുന്നേരം അവിടുന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ ടർഫ് മാറ്റിയ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കോമ്പൗണ്ട് ആക്കി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുട്ടിയൊക്കെ എവിടെയും പോകാൻ പറ്റില്ല. ഇവിടെ കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുട്ടിയൊക്കെ ഒരാൾക്ക് 50 രൂപ വെച്ചിട്ട് കയറ്റുമ്പോൾ 4 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ്. അവിടെ അത്യാവശ്യം എല്ലാ ദിവസവും വൈകുന്നേരം നല്ല ആൾക്കാരുണ്ടാവും. അപ്പോൾ പേരൻസ് നമുക്കറിയില്ല, കുട്ടികളുടെ സേഫ്റ്റി, കുട്ടികളുടെ കാര്യങ്ങൾ, കുട്ടികളുടെ സന്തോഷങ്ങൾ നോക്കുന്നതാണ് അധികം പേരൻസും ഉണ്ടാവും. അപ്പോൾ ഈ മക്കൾ അതിൻ്റെ ഉള്ളിലാവുന്ന സമയത്ത് എന്തായി, ഇവർക്ക് സേഫ് ആണെന്നുള്ളത് തോന്നുന്നു. കാരണം അത്യാവശ്യം വീണ് എന്തായാലും പ്രശ്നമൊന്നുമില്ല, കാരണം ടർഫാണ്. അതുമാത്രമല്ലാണ്ട് എന്താണ്, അന്നേരം ഈ സമയത്ത് പേരൻസിന് പുറത്തേക്ക് ഇരുന്നിട്ട് അവർക്ക് കുറച്ച് സംസാരിക്കാൻ, അല്ല അവർക്കൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റും. അപ്പോൾ ആ കോമ്പൗണ്ടിൽ തന്നെ ഒരു 3-4 ഫുഡിൻ്റെ കൗണ്ടറും കൂടിയുണ്ട്. അപ്പോൾ എന്തായി, ഈ ഇരിക്കുന്ന സമയത്ത് എന്തായാലും ഒരു കുട്ടികൾ എന്തായാലും ഒരു 1-1.5 മണിക്കൂർ എന്തായാലും അവിടെ നിന്ന് കളിക്കും. ആ സമയത്ത് ഒരു കുപ്പി ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ചായയോ അല്ലെങ്കിൽ ഒരു കടി എന്തായാലും അവിടെ നിന്ന് വാങ്ങിക്കും. അപ്പോൾ അവിടെയും കച്ചവടം. നമുക്ക് ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് എംപ്ലോയിൻ്റെ ചിലവ്, അതായത് എംപ്ലോയീസ് ആയിട്ട് വെക്കുന്നവരെ നമ്മൾ എക്സ്പെൻസും കാര്യങ്ങളും കൂടി നോക്കണം. അവിടുത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാ റൈഡും എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഈ പറയുന്നില്ലേ എന്താ പറയുക, നമ്മൾ കയറി ഇറങ്ങുന്ന സംഭവം, സീസോ, ഊഞ്ഞാൽ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊന്നും ഓപ്പറേറ്റ് ചെയ്യാനൊന്നും ആൾക്കാരൊന്നും സ്റ്റാഫൊന്നും അധികം വേണ്ട. അപ്പോൾ ഒരാൾ ടിക്കറ്റ് മുറിക്കാനും പിന്നെ ഒരാൾ അതിൻ്റെ ഉള്ളിൽ നോക്കാൻ, നമുക്ക് അറിയില്ല എത്ര സ്റ്റാഫ് ഉള്ളത്. പക്ഷേ കമ്പാരിറ്റീവ്ലി വേറെ എന്ത് പരിപാടിയാണെന്നുണ്ടെങ്കിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് സ്റ്റാഫൊന്നും കാര്യങ്ങളൊന്നും അതിന് ആവശ്യമില്ല. കാരണം അവർക്ക് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേരൻസും ഹാപ്പിയാണ്, കുട്ടികൾ ഹാപ്പിയാണ്. ഏറ്റവും നല്ല ബിസിനസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തല എന്ന് പറയുന്നത് അതാണ്. നമ്മളൊരു സാധനം തുടങ്ങുമ്പോൾ അത് എവിടെ തുടങ്ങണം, എങ്ങനെ മാറ്റണം, നമ്മൾ ആദ്യം ചിന്തിക്കണം.